അതാണോ നമ്മൾ പറഞ്ഞ താലോലം പദ്ധതി എന്ന് പറഞ്ഞത്? അതെ, നമ്മുടെ താലോലം പദ്ധതി നമ്മുടെ ഫെർട്ടിലിറ്റി ഫസ്റ്റിൻ്റെ ഒരു ഡ്രീം ആയിട്ടുള്ളൊരു വിഷനായിരുന്നു. അതായത് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് IVF ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു സൈക്കിൾ IVF എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാക്കേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ക്രൈറ്റീരിയാസിലുള്ള കുറേ പേഷ്യൻസ് ഉണ്ട്. ഇപ്പം ഫിനാൻഷ്യലായിട്ട് പ്രശ്നമുള്ളവർ, എങ്കിലും ചിലപ്പോൾ അവരൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ആവശ്യം കണ്ടിട്ട് അവർ ചിലപ്പോൾ പൈസ കടം വാങ്ങിയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റിമുലേഷൻ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്ത് ഒരുപാട് എഗ്സ് എടുത്ത് ഒരുപാട് എംബ്രിയോ കിട്ടണം എന്നുള്ളൊരു എയിമില്ലാതെ നമ്മൾ വളരെ അഫോർഡബിളായിട്ട് അവരുടെ സ്റ്റിമുലേഷന് വേണ്ട ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് മിനിമം ആയിട്ട് നമ്മൾ കുറച്ച് എംബ്രിയോസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ഡെവലപ്പ് ചെയ്ത എംബ്രിയോസിന് അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രഗ്നൻസിയോ അല്ല ഫ്രീസ് ചെയ്യാൻ എക്സ്ട്രാ നമുക്ക് കിട്ടുവാണെങ്കിൽ അത് ഫ്രീസ് ചെയ്യാം. പക്ഷെ അത് വരെയുള്ള ഒരൊറ്റ സൈക്കിളിൽ ചെയ്ത് തീർക്കാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് പേഷ്യൻറ്റിന് വളരെ ഗുണകരമാണ്. അപ്പോൾ അവർക്ക് മെഡിസിൻസിൻ്റെ യൂസേജും ഇതൊക്കെ കുറച്ചും കൂടി കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ഈ 1 lakh പ്രൈസ് റേഞ്ചിനുള്ളിൽ ചെയ്യാൻ പറ്റും.